എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതിനു മുമ്പ് വീഡിയോ ഇഷ്ടപ്പെട്ടാല് ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. ദേവയാനി നായനയും കൊണ്ട് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇടിവെട്ടേറ്റ പോലെയാണ് ജാനകിയും ജലജയും അനാമികയും ഒക്കെ നിൽക്കുന്നത്. അവർ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല. ഏറ്റവും കൂടുതൽ അടി കിട്ടിയത് അനാമികയ്ക്കായിരുന്നു. കാരണം ഒരിക്കലും പ്രതീക്ഷ കാര്യമായിരുന്നില്ല അനാമിക ഇങ്ങനെ ഒരു കാര്യം. അവൾ ഇങ്ങോട്ട് വന്നിട്ടാണെങ്കിൽ തനിക്ക് എതിരാളിയാണ്. അത് മാത്രമല്ല വല്യമ്മ എന്തിനാ ഇപ്പൊ അവളെ പോയി കൂട്ടിക്കൊണ്ട് വന്നേ. പോരാത്തിന് ഫുൾ സപ്പോർട്ടുമായിട്ട് അനിയൊക്കെ നിൽക്കുന്നു. പിന്നീട് ദേവേനി നയനോട് പറഞ്ഞു, നീ എന്താ നോക്കി നിൽക്കുന്നേ, അകത്തേക്ക് കയറി പോകുന്നില്ലേ എന്ന് ചോദിക്കാം. നയന എങ്ങനെ നിൽക്കുന്ന കണ്ടപ്പോ ചോദിച്ചാണ്. പിന്നീട് നയന അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. അവളങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും അനാമ ചോദിച്ചു, അല്ല വല്യമ്മ എന്തിനാ ഇപ്പൊ അവളെ പോയി കൂട്ടിക്കൊണ്ട് വന്നേന്ന് ചോദിക്കാം. വല്യമ്മയ്ക്ക് ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? അവളല്ലേ വല്യമ്മയ്ക്ക് വിഷം കലക്കി തന്നേ, എന്നിട്ട് പിന്നെ വല്യമ്മ എന്തിനാ കൂട്ടിക്കൊണ്ട് വന്നേന്ന് ചോദിക്കാം. അത് പിന്നെ വിളിച്ചോണ്ട് വരാതിരിക്കാൻ പറ്റില്ലോ മോളെ, ഒന്ന് ഓർത്തു നോക്കിയേ. ഈ വീട്ടില് അല്ലെങ്കിൽ തന്നെ അവള് വന്നില്ലെന്ന് പറഞ്ഞോണ്ട് ഇപ്പൊ ആദർശാണെങ്കിലും ജേടനാണെങ്കിലും മുഖം വീർപ്പിച്ച് നടക്കുക. എത്രയെന്ന് വെച്ചാൽ നമ്മൾ കണ്ടില്ലെന്ന് അടിക്കുന്നേ. അതുകൊണ്ട് ഞാൻ കൂട്ടിക്കൊണ്ട് വന്നാ. ഞാന് എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആള് ആദർശ് അവന്റെ മനസ്സ് വേദനിച്ച് എനിക്ക് സഹിക്കാൻ പറ്റുമോ? അതുകൊണ്ട് മാത്രം ഞാൻ അവളെ കൂട്ടിക്കൊണ്ട് വന്നേ. എന്നാലും അത് വേണ്ടിയിരുന്നില്ല. ഇനി മിക്കവാറും അവള് എന്താ കലക്കി തരുന്നത് പറയാൻ പറ്റില്ലെന്ന് പറയാം. ഇത് കേട്ടപ്പോ ജാനകി പറഞ്ഞു, അത് ശരിയാ ഏട്ടത്തി, അവളെ ഒന്ന് സൂക്ഷിക്കുന്നല്ല. ഏട്ടത്തി ആണെങ്കിൽ ഇപ്പോഴാണെങ്കിൽ ഒന്ന് കുറവായി വരുന്നല്ലേ ഉള്ളൂ. ഇനി ഇങ്ങനെ സാഹസം വേണമായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. ഇത്ര ഇടപെടിയെന്ന്. അതൊന്നും കുഴപ്പമില്ല, ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം. എന്റെ കാര്യത്തില് എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചോളാന്ന് പറയണം എന്ന് പറഞ്ഞ് ദേവേനെ അങ്ങോട്ട് അകത്തേക്ക് കയറി പോയി കഴിഞ്ഞപ്പോഴത്തേനും ജാനകിക്കും ജലജയ്ക്കും സഹിച്ചില്ല. ഹനാബി പറഞ്ഞു, ഇത് കണ്ടോ, മിക്കവാറും ഉടനെ തന്നെ വെല്ലുമ്പിക്ക് ഇതിന്റെ കൂലി കിട്ടും, അവളെ കൂട്ടിക്കൊണ്ട് വന്നേരെ. ജാനകി പറഞ്ഞു, അറിയാത്ത പിള്ളേക്ക് ചൊറിയുമ്പോ അറിയുന്നല്ലേ പറയണേ. ഏട്ടത്തി കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഏട്ടത്തി എന്നെ അനുഭവിക്കട്ടെ, അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും. ഇനിയിപ്പൊ ആ നവ്യ എന്ന് പറയുന്നവൾക്ക് ഒന്നുകൂടെ കൊമ്പ് മുളയ്ക്കൂലോ എന്ന് ഓർത്തിട്ടാ. പിന്നീട് ജലജ പറഞ്ഞു, ഒരു കാര്യത്തില് നമുക്ക് സമാധാനപ്പെടാം. കാരണം അവളിനിയിപ്പോ അടുക്കള കയറി ജോലികളൊക്കെ ചെയ്തോളല്ലോ, ആ കാര്യത്തിൽ നമുക്ക് പേടി വേണ്ടെന്ന് പറയാണ്. പിന്നീട് നയന അകത്തേക്ക് എന്ന് കഴിയുമ്പോഴത്തേനും മൂർത്തി മുത്തശ്ശൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. നയനെ കണ്ടതും മുത്തശ്ശന് ഭയങ്കര സന്തോഷമായി. അപ്പോഴേക്കും മുത്തശ്ശി അങ്ങോട്ട് വരുവാണ്. ആഹാ, മോള് വന്നല്ലോ എന്ന് പറയാണ്. ദേവേനി പറഞ്ഞു, ഞാൻ ഇവളെ പോയി കൂട്ടിക്കൊണ്ട് വന്നു അച്ഛാന്ന് പറയാം. ഇവൾ ഈ വീട്ടിലില്ലാത്തതിന്റെ പേരിലല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും എന്നോടൊരു ദേഷ്യവും പരിഭവമൊക്കെ. ഇനിയിപ്പൊ ഞാനായിട്ട് അതും കൂടെ മാറ്റിയെന്ന് പറയാണ്. ഈ സമയം മുത്തശ്ശി പറഞ്ഞു, നല്ലൊരു കാര്യം നീ ചെയ്ത ദേവേനി, നീ കുറച്ചു മുമ്പ് ചെയ്യേണ്ടതായിരുന്നു. നീ ഇനിയെങ്കിലും ഇവളുടെ മനസ്സ് മനസ്സിലാക്കാൻ ശ്രമിക്കണമെന്ന് പറയാം. മനസ്സ് മനസ്സിലാക്കിയിട്ടൊന്നും അല്ല, ദേ ആദർശന് ഇവളില്ലാതെ പറ്റില്ല എന്ന് തോന്നിയതുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ ഞാൻ പോയി വിളിച്ചോണ്ട് വരില്ലായിരുന്നൊക്കെ പറയാം. അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നയനാണ് തനിക്ക് കരള് പാത്തല്ലേ തന്നത്, ആ സത്യം താൻ അറിഞ്ഞിട്ടാന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാവത്തില്ല. തലക്കാലത്തേക്ക് ആ രഹസ്യം മറച്ചു വെച്ചേ മതിയാവുള്ളൂ. അതുകൊണ്ടാണ് ദേവേനി അങ്ങനെ പറയണേ. പിന്നീട് ദേവേനി മുറിയിലേക്ക് ഇങ്ങോട്ട് കയറി പോവാണ്. ഈ സമയം മുത്തശ്ശനൊക്കെ എന്തെന്നില്ല സന്തോഷം തോന്നി. മുത്തശ്ശൻ പറഞ്ഞു, മോൾക്ക് ഇങ്ങോട്ട് വരാൻ മേലായിരുന്നോ? മോൾ എന്താ വരായിരുന്നെന്ന് ചോദിക്കും. അല്ല, അത് പിന്നെ മുത്തശ്ശ, അമ്മ വന്ന് വിളിക്കാതെ ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല, അതുകൊണ്ടാണ് ഞാൻ വരായിരുന്നേ. അപ്പം ദേവേനി വന്ന് വിളിച്ചില്ലായിരുന്നെങ്കിൽ മോൾ എല്ലാ കാലം ആ വീട്ടിൽ തന്നെ നിന്നാണെന്ന് ചോദിക്കാം. അതൊന്നും പറയാൻ പറ്റില്ല മുത്തശ്ശ. ആദർശേട്ടൻ എന്നെ വിളിച്ച, പക്ഷേ എങ്കില് ഞാൻ ആദർശനോട് പറഞ്ഞു അമ്മ വന്ന് വിളിക്കണമെന്ന്. അമ്മ എന്നാളും എന്നെ വന്ന് വിളിച്ചല്ലോ എന്ന് പറയാ. മോളെ, നീ അവിടെ നിൽക്കേണ്ട പെൺകുട്ടിയല്ല, നീ ഈ വീട്ടിലാ കഴിയേണ്ടേ. അറിയാലോ, നീ ആദർശന്റെ ഭാര്യയാണ്, നീ ഈ കുടുംബത്തിൽ കഴിയേണ്ടവളാ, അല്ലാതെ നിന്റെ വീട്ടിലല്ല കഴിയേണ്ടേ. നീ കൊള്ളെടുത്ത അതേ അവകാശം ഇവിടെ എല്ലാവർക്കും ഉള്ളൂ. അറിയാലോ, നീയാണ് ഈ വീട്ടിലെ കൊച്ചുമക്കളിലെ മൂത്ത മരുമോള്. പിന്നെ ഈ വീട്ടിൽ നീ വന്നതിന് ശേഷം ഈ വീട്ടിലെ സൗഭാഗ്യം കൂടുക ചെയ്തേ, അല്ലാതെ ഇന്നുവരെ കുറഞ്ഞിട്ടില്ല. ഐശ്വര്യം പടിയിറങ്ങി പോയതുപോലെയായിരുന്നു നീ ഇവിടെ ഇല്ലായിരുന്ന ദിവസങ്ങൾ എന്ന് പറയാം. മുത്തശ്ശി പറഞ്ഞു, അത് ശരിയാ, ഇനിയിപ്പോ പേടിക്കേണ്ട കാര്യമില്ല. മുത്തശ്ശി പറഞ്ഞു, പിന്നെ ഒരു കാര്യമുണ്ട്, ഇവിടെ വന്നെന്നും വെച്ചോണ്ട് ഓടിച്ചാടി നടക്കാനൊന്നും പോയേക്കില്ല. അറിയാലോ, അവനവന്റെ ആരോഗ്യസ്ഥിതി നോക്കി വേണം നിൽക്കാനായിട്ടെന്ന് പറയാം. അതൊക്കെ എനിക്ക് അറിയാന്ന് പറയാം. മോളെ അടുക്കളയിൽ കയറുന്നുണ്ട, ഒന്നും ചെയ്യാനൊന്നും പോണ്ട. അവര് ഇത്രയും കാലം ചെയ്തോണ്ട് തന്നെ ജാനകിയും ചലിച്ചല്ലേ, അവർ തന്നെ ചെയ്യട്ടെ എന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പം നായന പറഞ്ഞ, അല്ല അത് പിന്നെ മുത്തശ്ശി, ഞാൻ പറയുന്നൊക്കെ ഓർമ്മയുണ്ടല്ലോ, ശരിക്കും കുറവായതിനു ശേഷം മാത്രം മതി അടുക്കളയിലേക്കുള്ള കയറ്റം, അല്ലാതെ ആ ഭാഗത്തേക്ക് പോലും പോകണ്ടെന്ന് പറയാണ്. ശരി, അന്നാ മോള് മുറിയിലേക്ക് ചെല്ലാൻ പറയാണ്. അങ്ങനെ നയന മുറിയിലേക്ക് പോവാണ്. ഈ സമയം മുത്തശ്ശൻ പറഞ്ഞു, ദേവയാനിക്ക് ഇപ്പോഴെങ്കിലും ഈ നല്ല ബുദ്ധിയൊക്കെ തോന്നിയില്ലോ, എന്ത് പറ്റിയെന്ന് അറിയില്ല. ഒരുപക്ഷെ ആദർശിന്റെ വിഷമം കണ്ട് സഹിക്കാൻ പറ്റാതെ കൂട്ടിക്കൊണ്ടുവന്നായിരിക്കും. ഇനിയിപ്പൊ പേടിക്കേണ്ട കാര്യമില്ല, ദേവേനയിലെ മരുമോളെ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത്, അതുകൊണ്ട് ഇനിയിപ്പൊ അവളെ പറഞ്ഞു വിടാനൊന്നും പോകുന്നില്ല എന്ന് പറയാണ്. ആ സമയം ഭ്രാന്ത് പിടിച്ച പോലെ നേരെ ജലജ മുറിയിലേക്ക് ഇല്ലുവാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് അഭി വന്നു.
അഭിനെ കണ്ടതും ജലജ പറഞ്ഞു, എടാ അവള് വന്നിട്ടുണ്ടെന്ന് പറയണം. ആര്? ആ നയനയോ? അതെ. അവളെ കൊണ്ടുവന്ന ആരെന്നറിയോ? ദേവയാനിയെ കൊണ്ടുവന്നേന്ന് പറയണം. വല്യമ്മയോ? അതെ, നിന്റെ വല്യമ്മ തന്നെ അവളെ കൂട്ടിക്കൊണ്ട് വന്നേന്ന് പറയാം. അല്ല, വല്യമ്മയ്ക്ക് ഇത് എന്തിന്റെ കേടാമ്മേ? വല്യമ്മയ്ക്ക് കൂട്ടിക്കൊണ്ട് വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? എനിക്കറിയത്തില്ല. ഇനിയിപ്പൊ അവൾക്ക് അധികാരം ഇവിടെ കൂടത്തുള്ളൂ. പോരാത്തിന് നിന്റെ വല്യമ്മ വിളിച്ചോണ്ട് വന്നോണ്ട് അവൾക്ക് അതിന്റെ പവർ അവൾ ഇവിടെ കാണിക്കും. ഇത്രയും കാലത്തെ പോലെ ആയിരിക്കില്ല അവള്. ദേവേനെ കൊണ്ടുവന്നുകൊണ്ട് ഇനിയിപ്പം അധികാരം എല്ലാം തന്റെ കീഴിലാന്നുള്ള ചിന്തയായിരിക്കും അവളുടെ മനസ്സിൽ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടക്കില്ല, ഉദ്ദേശിച്ചതൊന്നും നടക്കില്ല. നാളെ മുതൽ നമ്മൾ മിക്കവാറും അവൾക്ക് അടിമയായിട്ട് വരേണ്ടി വരുമെന്ന് പറയാം. അല്ലെങ്കിൽ തന്നെ അറിയാലോ, നിന്റെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ആദർശനും നയനയ്ക്കും കൂടെ എല്ലാം എഴുതി കൊടുക്കാനായിട്ടിരിക്കുക. അതിന്റെ കൂടെയാണ് ഇപ്പൊ ഇതും കൂടെ. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ അനന്തപുരി ആ നയനെ ആദർശങ്ങൾ കൈയെടുക്കുമെന്ന് പറയാം. അഭി പറഞ്ഞു, എന്ത് ചെയ്യാനാന്ന് പറ. എനിക്കുണ്ടായിപ്പോയ മുത്തശ്ശനും മുത്തശ്ശി ഇങ്ങനെ ആയി പോയല്ലോ. എടാ, ഇനിയെങ്കിലും നീ നന്നാവാൻ നോക്ക്, അവരെ കയ്യിലെടുക്കാൻ ചെയ്യാ. അതെങ്ങനെയാ? നീയാണെങ്കിൽ എന്തായാലും തരികിടപ്പണി ഒപ്പിച്ചോണ്ട് നടക്കും, അത് കയ്യോടെ പിടികൂടുകയും ചെയ്യും. ഇതല്ലാതെ നിന്റെ മുത്തശ്ശനെ മുത്തശ്ശിയുടെ മുമ്പില് നീ നല്ല വെള്ളമെങ്കിലും ചമയെ അങ്ങനെയെങ്കിലും എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ, അല്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് നമ്മൾ പടിയിറങ്ങേണ്ട വരുമെന്ന് പറയാം. അമ്മ പറഞ്ഞു, അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ലമ്മേ. അമ്മ കണ്ടോളം പറയാണ്. പിന്നെ കണ്ടുപോലും ഇനിയിപ്പൊ നിന്റെ ഭാര്യ ഉണ്ടല്ലോ നവ്യ, അവൾക്ക് ഇനിയിപ്പൊ ഒന്നുകൂടെ അങ്ങോട്ട് ഇത് കൂടത്തുള്ളൂ, അഹങ്കാരം കൂടത്തുള്ളൂ. അല്ലെ തന്നെ അവളെ സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോഴാണ് അവളുടെ അനിയത്തിയും കൂടെ വന്നിരിക്കുന്നത്. നവ്യേനെ എങ്ങനെ ഒടിച്ചൊടിച്ച് ഈ വീട്ടിലൊരു ശുദ്ധികലശം നടത്താന്ന് ഓർത്തിരുന്നപ്പോഴത്തേനും അവളും കൂടെ ഇങ്ങോട്ട് കയറി വന്നേ. എനിക്ക് ആ പാടെ സമനില എത്തുന്നുണ്ടെന്ന് പറയണം. ഇപ്പൊ എല്ലാവായി. പോരാത്താൻ അനാമയും കൂടെ എത്തിയിട്ടുണ്ടെന്ന് പറയാം. ഇത് കേട്ടത് അഭി പറഞ്ഞു, ആ അനാമയെ എത്തിയിരുന്നോ കുഴപ്പമില്ല, ഇനി അവര് തമ്മിൽ പോരടിച്ചോളൂ എന്ന് പറയാം. എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലടാ, ദേവേനെയാണ് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത് നയനെ. അതുകൊണ്ട് ഇനിയിപ്പം പടി ഇറക്കി വിടുമെന്നൊന്നും നോക്കണ്ട. ഇനിയിപ്പൊ അനാമികയുടെ പക്ഷത്ത് നിൽക്കുവോ അതോ ഇനിയിപ്പൊ നയനയുടെ പക്ഷത്ത് നിന്റെ വല്യമ്മ നിൽക്കുമെന്ന് ആർക്കറിയാന്ന് പറയാണ്. പിന്നീട് നയന മുറിയിലേക്ക് എന്നപ്പോഴത്തേനും നവ്യ അങ്ങോട്ട് വന്നു. നവ്യ ഓടി വന്നിട്ട് നയനെ കെട്ടിപ്പിടിക്കുകയാണ്. ഇപ്പോഴെനിക്കൊരു സമാധാനമായത്, ഇപ്പോഴെങ്കിലും നിനക്ക് ഇങ്ങോട്ട് വരാൻ തോന്നില്ല എന്ന് പറയാം. ഇത് കേട്ടത് നയന പറഞ്ഞു, അമ്മ ഒന്ന് വിളിച്ചോണ്ട് എന്ത് പറ്റി അവർക്കൊരു മനമാറ്റം? ഒരു പക്ഷെ മോന് വേണ്ടിയിട്ടായിരിക്കും നിന്നെ വിളിച്ചോണ്ട് വന്നല്ലേന്ന് ചോദിക്കാം. അതറിയില്ല, എന്താണെങ്കിലും എനിക്ക് കുഴപ്പമില്ല, അമ്മ വന്നല്ലോ എന്നെ വിളിക്കാനായിട്ട്. ഓ, ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല കേട്ടോ. നീ വന്നു കഴിഞ്ഞപ്പോ എനിക്കൊരു സമാധാനം. ഇനിയിപ്പൊ പേടിക്കേണ്ട കാര്യമില്ല. ഇത്രയും ദിവസം വല്ലാത്തൊരു വീർപ്പുമുട്ടലായിരുന്നു. അറിയാലോ ഇവിടുത്തെ കാര്യം, സംസാരിക്കാൻ പോലും ആരും ഇല്ലാത്തൊരവസ്ഥയായിരുന്നു. ഇത് കേട്ടതും നയന വെച്ചല്ല, അഭിയേട്ടൻ എങ്ങനെയുണ്ട് ഇപ്പൊ? അത് പിന്നെ പറയേണ്ട കാര്യമുണ്ടോ? പണ്ടത്തെ പോലെ തന്നെ ഇപ്പോഴും ഒരു മാറ്റമൊന്നും ഇല്ലാന്ന് പറയണം. മലയ്ക്ക് പോയിട്ട് വരുമ്പോഴെങ്ങനെ ശരിയാവുന്ന കരുതിയിരുന്ന, പക്ഷെ ശരിയാവുന്നുള്ള പ്രതീക്ഷയൊന്നും ഇല്ല, എല്ലാം തകർന്നു പോയെന്ന് പറയണം. അങ്ങനെ കുറെ സമയം അവർ സംസാരിച്ചിരിക്കുകയാണ്. അങ്ങനെ വൈകുന്നേരം ജോലി കഴിഞ്ഞ് പതിവ് പോലെ ആദർശ് വീട്ടിലേക്ക് വരുവാണ്. അപ്പൊ ആദർശിനോട് ഈ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നയന വന്ന കാര്യം. അങ്ങനെ ആദർശ് മുറിയിലേക്ക് വരിക. മുറിയിലേക്ക് വരുമ്പോ ആദർശ് ഒരു നിമിഷം ഞെട്ടിപ്പോയി. അവിടെ നയന ഇരിക്കുന്നു. താൻ സ്വപ്നം കാണുമെന്ന് ആദർശ് ആദ്യം ചിന്തിച്ചു. പിന്നെയാണ് മനസ്സിലായത് നയന വന്നെന്ന്. പെട്ടെന്ന് ചോദിച്ചു, നീയോ? നീ എങ്ങനെയാ വന്നേന്ന് ചോദിക്കാം. അത് പിന്നെ അമ്മ എന്നെ കൂട്ടിക്കൊണ്ട് വന്നാന്ന് പറയണം. അമ്മയോ? അതെ ആദർശേട്ടാ, അമ്മ എന്നെ വന്ന് വിളിച്ചോണ്ട് വന്നാന്ന് പറയണം. അമ്മ അല്ല, അമ്മ എന്നോട് ഇതിനെക്കുറിച്ച് ഒരു വാക്ക് പോലും പറഞ്ഞില്ല. അമ്മ സർപ്രൈസ് ആയിട്ട് വെച്ചിരിക്കുമായിരിക്കും, അതുകൊണ്ടായിരിക്കും എന്ന് പറയണം. ഇത് കേട്ടപ്പോ ആദർശ് പറഞ്ഞു, എനിക്ക് എന്തെന്നില്ല സന്തോഷം തോന്നുക. ഞാനിത് പ്രതീക്ഷിച്ചില്ല. ഒരുപക്ഷെ എന്റെ മനസ്സ് അമ്മ കണ്ടറിഞ്ഞിട്ട് ചെയ്ത കാര്യമായിരിക്കും. ഇപ്പോഴും എനിക്കിത് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ലെന്ന് പറയാം. അല്ല, അമ്മയ്ക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടോന്ന് ചോദിക്കും. മാറ്റം ഉണ്ടോന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും പറയാറായിട്ടില്ല. പക്ഷെ അമ്മയ്ക്ക് ആ പഴയ ദേഷ്യം ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്ന സമയത്ത്. അങ്ങനെയാണെങ്കിൽ അമ്മ ദേഷ്യം അഭിനയിക്കണ്ടേ? അത്രയ്ക്ക് ദേഷ്യമൊന്നും അഭിനയിച്ചിട്ടില്ല എന്ന് പറയാം. ഇനി അമ്മ സത്യങ്ങൾ എന്തെങ്കിലും അറിഞ്ഞാണോ? സത്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല ആദർശേട്ടാ. സത്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല എന്ന് പറയണം. ചിലപ്പം ആദർശേട്ടനെ അച്ഛനെ ഒന്നും വിഷമിപ്പിക്കണ്ടെന്ന് കരുതിയിട്ടായിരിക്കും എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേന്ന് പറയാം. ഞാൻ പറഞ്ഞില്ലേ തന്നെ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം ഉണ്ടെന്ന്. ശബരിമല പോയി പ്രാർത്ഥിച്ച് വന്നതിന് ശേഷം എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിച്ചു. അപ്പൊ അതുപോലെ തന്നെ മാറ്റം ഉണ്ടായില്ലെന്ന് ചോദിക്കുകയാണ്. അതെ ശരിയാ. അതെ, ഇനി ഒരു കാര്യമുണ്ട് കേട്ടോ, നീ ഇനി പോവരുതെന്ന് പറയാണ്. ഇനി ഇവിടെ തന്നെ നിൽക്കണം, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നീ ഇവിടെ നിൽക്കണം എന്ന് പറയാ. നയന പറഞ്ഞു, പിന്നെ ഞാൻ എങ്ങോട്ട് പോകാൻ ആദർശേട്ടാ? ആദർശേനെ ഇട്ടിട്ട് പോയിട്ട് എനിക്കിനി ഒരു ജീവിതം ഉണ്ടോന്ന് ചോദിക്കണം. പിന്നീട് ആദർശ് നയനെ ചേർത്ത് പിടിക്കുക. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേനും ആദർശ് നേരെ ദേവേന്റെ മുറിയിലേക്ക് ചെല്ലുവാണ്. അപ്പൊ ദേവേനെ ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ആദർശിനെ കണ്ടോന്ന് ചോദിച്ചു, ഇപ്പൊ നിനക്ക് സന്തോഷമായെന്ന് ചോദിക്കുക. ഇത് കേട്ടതും ആദർശിന് സന്തോഷമായമേ, എനിക്ക് ഇപ്പോഴും അതും കൂടെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ യഥാർത്ഥത്തിൽ സംഭവിച്ചാണെന്നുള്ള കാര്യം. അതൊക്കെ യാഥാർത്ഥ്യമാടാ. ഇനി നീ എല്ലാം വിശ്വസിക്കാൻ പോകുന്നുള്ളെന്ന് പറയാം. എന്നാലും അമ്മയ്ക്ക് എന്ത് പറ്റി ഇത്ര പെട്ടെന്നൊരു മനമാറ്റം എന്ന് ചോദിക്കാം. മനമാറ്റമല്ല, ഇനിയിപ്പൊ ഞാൻ കാരണം നിന്റെ ജീവിതം താരണ്ടെന്ന് വെച്ചു. ഞാനാണല്ലോ ഇവിടുത്തെ പ്രശ്നക്കാരി. ഞാൻ കാണുവാണല്ലോ നിന്റെ ഭാര്യ വീട്ടിൽ പോയി നിൽക്കുന്നതെന്നല്ല എല്ലാരും പറയണേ.
അതുകൊണ്ട് ഞാൻ കൂട്ടിക്കൊണ്ട് വരാൻ തീരുമാനിച്ചു. നിന്റെ മുത്തശ്ശനും മുത്തശ്ശിയും ഈ പറയുന്ന നിന്റെ അനിയും എല്ലാരും വിചാരിച്ചോണ്ടിരിക്കുന്ന ഞാനാണ് ഈ കുടുംബത്തിൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അവളെ വിളിച്ചോണ്ട് വരാത്ത ഞാനാന്നല്ലേ. അതുകൊണ്ട് നിന്റെ പരിഭവങ്ങളും പിണക്കങ്ങളും കൊണ്ട് മാറ്റാൻ തീരുമാനിച്ചെന്ന് പറയാം. ഒത്തിരി നന്ദിയുണ്ടമ്മേ. ഞാനത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അവള് പാവാ. അമ്മ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമല്ല. അമ്മ അവളെ ഒന്ന് സ്നേഹിച്ചു നോക്കിയേ. അങ്ങനെ സ്നേഹിച്ചു കഴിയുമ്പം അവള് കൊടുക്കുന്നതിന്റെ ഇരട്ടി സ്നേഹം അമ്മയ്ക്ക് തരും. അതുകൊണ്ടല്ലേ ഞാൻ പോലും മാറിപ്പോയത്. എനിക്ക് അവളെ ആദ്യം കണ്ടെടുത്താൽ കാണത്തില്ലായിരുന്നു. പക്ഷേങ്കില് പിന്നീട് ഞാൻ അവളെ സ്നേഹിച്ചു തുടങ്ങി. എന്തുകൊണ്ടാണെന്നറിയോ? അവളുടെ മനസ്സിന്റെ നന്മ അറിഞ്ഞിട്ടാ. അവളെ അമ്മ സ്നേഹിക്കുന്നുണ്ട്. അമ്മയ്ക്ക് ഒന്നിനും ഒരു കുറവും വരാൻ പോകുന്നില്ല. അമ്മ ധൈര്യമായിട്ട് ഇരിക്കുക. അമ്മേനെ അവള് പൊന്നുപാള് നോക്കുന്നൊക്കെ പറയാ. ഇത് കേട്ടൻ ദേവേനെ പറഞ്ഞു, എന്നെ ആരും പൊന്നുപാള് നോക്കുമൊന്നും വേണ്ട. പിന്നെ നിന്റെ മനസ്സ് വേദനിക്കേണ്ടെന്ന് കരുതി കൂട്ടിക്കൊണ്ട് വന്ന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവേനെ ഇങ്ങോട്ട് പോകണം. ഈ സമയം ആദർശിന് സന്തോഷേ. അമ്മ എങ്ങനെയെങ്കിലും കൂട്ടിക്കൊണ്ട് വന്നല്ലോ. ദേവേന് പക്ഷെ നന്നായിട്ട് അഭിനയിക്കുവാണ്. ആദർശിന് മുന്നിൽ പിടിച്ചിരിക്കാനൊക്കെ നന്ന പാടുപെടുന്നുണ്ട്. കാരണം ആദർശ് ഓരോന്ന് ചോദിച്ചു കഴിയുമ്പോഴത്തേനും ദേവേനിക്ക് പറയാനായിട്ട് മറുപടി ഇല്ലായിരുന്നു. ഈ സമയം പെട്ടുപോയ ആള് അനാമികയാണ്. അനാമിക്ക് ദേഷ്യം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേനും തന്നെ വല്യമ്മ എടുത്തു ഉയർത്തി കൊണ്ട് നടക്കുമെന്ന് ഓർത്താം. പക്ഷെങ്കിൽ ഇപ്പൊ അവിടെ നയന വന്നിരിക്കുന്നു. വല്യമ്മ അങ്ങോട്ട് എന്തിനായിരിക്കും വിളിച്ചോണ്ട് വന്നേ. പിന്നീട് അനാമിക നേരെ വീട്ടിലേക്ക് വിളിക്കുവാണ്. വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും വേണു വെച്ച് എന്താ മോളെ കാര്യങ്ങൾ, അവിടെ ചെന്നിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അനി എന്തെങ്കിലും പറയോ പ്രവർത്തിക്കോ എന്തെങ്കിലും ചെയ്തെന്ന് നിൽക്കാം. ഇല്ല അച്ഛാ, അതൊന്നും അല്ല കാര്യം. എന്താ ആ ഒഴിയാബാധ വന്ന് കേറിട്ടുണ്ടെന്ന് പറയണം. ആര്? ആ നയനപ്പണ്ടാരും ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന്. നയനയാ? അതെ. അപ്പൊ അവളെ എവിടുന്ന് പറഞ്ഞു വിട്ടല്ലായിരുന്നു. എന്ത് ചെയ്യാനാ, വെല്ലുമ്മ പോയി വിളിച്ചോണ്ട് വന്നിട്ടുണ്ട്. ആര്? ദേവേനയോ? അതെ അച്ഛാ. അല്ല അവരെന്തിനാ വിളിച്ചോണ്ടെന്ന്? അവൾക്ക് ഈ നയനെന്ന് പറയുന്ന ദേഷ്യമായിരുന്നല്ലോ. ദേഷ്യമൊക്കെ ആയിരുന്നു. ഇപ്പോഴും ദേഷ്യത്തിന് കുറവൊന്നും ഇല്ലാന്ന് തോന്നേ. പക്ഷെ എന്തോ വിളിച്ചോണ്ട് വന്നിട്ടുണ്ട്. എനിക്കാണെ അവളെ കണ്ണെടുത്താൽ കാണത്തില്ല. അവള് കാരണം കഴിഞ്ഞ പ്രാവശ്യം ആ നന്ദു എന്ന് പറയുന്ന എന്റെ കർണത്തടിച്ചേ. ഇനിയിപ്പൊ അവള് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ മിക്കവാറും ആ നന്ദു ഏട്ടത്തിനെ കാണാനും ചേച്ചിനെ കാണാനൊക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് കയറി വരുമെന്ന് പറയാണ്. ഓഹോ, അങ്ങനെയാണ് മോളൊന്ന് സൂക്ഷിച്ചിരിക്കുന്നല്ല. മോളൊരു കാര്യം ചെയ്യാം, മോളുടെ വല്യമ്മയോട് എന്ന് പറ. അവളെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പറഞ്ഞു വിടാൻ പറ. അല്ലെങ്കിൽ അവളെ അവിടുന്ന് പോച്ച് പുറത്തെ അടിക്കാനുള്ള എന്തെങ്കിലും മാർഗം കണ്ടെത്ത്. എന്തെങ്കിലും സഹായം വേണം ചോദിച്ചാൽ മതി, ഞങ്ങൾ അങ്ങോട്ടേക്ക് എത്തിക്കാന്ന് പറയണം. ഇത് കേട്ട അനാമിക പറഞ്ഞു, ഞാൻ നോക്കട്ടെ, എന്നെ കൊണ്ട് പറ്റുന്ന എന്താന്ന് വെച്ചാൽ ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.